ഹലോ, ഇതാ കണ്ടില്ലേ? എല്ലാവർക്കും അറിയാം, നമ്മുടെ യു എയിൽ കണ്ടത് 75 വർഷത്തിനിടയിലെ അതിശക്തമായ മഴയായിരുന്നു. അപ്പോൾ ആ മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചകളാണ് ഞാനിന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അൽനാദ ഷാർജയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശക്തമായിട്ടുള്ള മഴയ്ക്ക് ശേഷമുള്ള നമ്മുടെ ചുറ്റുപാടും റോഡിൻ്റെ അവസ്ഥയൊക്കെ കാണിക്കാം. ദ്രോണ വളരെ ഹാപ്പി ആയിട്ടോ. പക്ഷെ ഇത്രയും വെള്ളം ഇവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ മഴയ്ക്കൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു വെള്ളപ്പൊക്കം ആദ്യമായിട്ടാണ് കേട്ടോ ദ്രോണക്കുട്ടൻ കാണുന്നത്. അതെ, ഇത്തവണ ഭയങ്കര വെള്ളപ്പൊക്കമാണ് കേട്ടോ. കാണുമ്പോൾ അറിയാം കേട്ടോ, ഒരു വള്ളം വേണ്ടി വരും അപ്പുറത്തോട്ട് കിടക്കാൻ. അതുപോലെ വെള്ളമാണ്. ഇപ്പോൾ അതാണ്ട് കുറച്ച് വെയിലൊക്കെ ആയി, കുറച്ച് ആവശ്യത്തെ എല്ലാം കുറഞ്ഞാണ്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ വെള്ളത്തിൻ്റെ അഭിഷേകമാണ്. നമ്മുടെ നെസ്റ്റോയുടെ ബാക്കിലൊക്കെ ഇതുപോലെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. കണ്ടോ, ഇതിവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ. പക്ഷേ ഈ ഏരിയയിലോട്ട് ഇങ്ങോട്ട് വെള്ളം തന്നെയാണ്. അങ്ങോട്ടേക്ക് ആ റോഡിലോട്ടൊക്കെ വെള്ളം തന്നെയാണ്. അതിനിടയ്ക്ക് കിഷോറേട്ടനെ ഒരു നാട്ടിലത്തെ ഒരു ഫ്രണ്ടിനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും കാണാനില്ല അല്ലേ കിഷോറേട്ടാ? ഒന്നും കാണാനില്ല. ഇപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അറിയാം നമ്മുടെ റോഡിന്റെ അവസ്ഥ, നമ്മുടെ ഗ്രൗണ്ടിന്റെ അവസ്ഥ അല്ലേ? പിന്നെ നമ്മൾ കാണുന്ന ഗ്രൗണ്ട് എൻ്റെ വീഡിയോസിലൂടെ എല്ലാവർക്കും അറിയാം. ഈ ഏരിയയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ കടക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബോർഡറിൻ്റെ സൈഡിലും ആ ഒരു ഗ്രൗണ്ടിലും ഒക്കെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. അയ്യോ, ദ്രോണ സൂക്ഷിച്ചു കേട്ടോ. എപ്പോഴും തിരക്കുള്ള ഒരു റോഡാണിത് കേട്ടോ. നമുക്കൊരു അപ്പുറത്തെ സൈഡിലോട്ട് കടക്കണേ തന്നെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തേ നമുക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ദാണ്ട് അവിടുത്തെ ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു ഇത് കാരണം ഇങ്ങോട്ടേക്കുള്ള റൂട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വണ്ടിയും ഡൗൺ ആയിട്ടുണ്ട്, ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ദ്രോണക്കുട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതുപോലെ ആ സൈഡിലൊക്കെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. അങ്ങോട്ടേക്കൊരു പൊക്കമായ കാരണം വെള്ളം അങ്ങോട്ട് കയറിയിട്ടില്ല. അവിടെയൊക്കെ അതുപോലെ തന്നെ കുഴപ്പമില്ലാതെ കിടപ്പുണ്ട്. ഇവിടെ ഇതുപോലെ ഇത്രയും വർഷത്തിനിടയിൽ ഇതുപോലെയുള്ള വെള്ളം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വെള്ളപ്പൊക്കം കാണുന്നത്. കണ്ടോ, മൊത്തം നമുക്കൊരു തോണിയും നമുക്കൊരു ബോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന പോലെയാണ് ഇതുപോലെ വെള്ളം കിടക്കുന്നത് കേട്ടോ. വെള്ളപ്പൊക്കം കാണാൻ വന്ന 2 പേരിപ്പോൾ അവിടെ കളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. യെസ്, കണ്ടോ, ഇത് നമ്മുടെ ബോർഡറാണ് കേട്ടോ. അതാണ്ടാ കാണുന്നത്. അത് ദുബായിലേക്കും ഇങ്ങോട്ട് ഷാർജയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അതുകൊണ്ട് ആ വണ്ടികളെല്ലാം കിടക്കുന്ന കണ്ടോ. കാറുകളെല്ലാം വെള്ളത്തിനടിയിലാണ്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. റൂട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വെള്ളം കാണാൻ വന്നതാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് കുറഞ്ഞ ഒരു സമയമാണ് കേട്ടോ. വെള്ളമൊക്കെ താണു വരുന്നുണ്ട് ചെറുതായിട്ട്. ആ ഒരു ടൈമിൽ പിള്ളേരെയും കൊണ്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഇനി ഒന്നേന്ന് പറഞ്ഞ് എല്ലാം മാറ്റണം. ഒരുപാട് ടൈം എടുക്കും. ഇതുപോലത്തെ എല്ലാം ബ്രേക്ക് ഡൗൺ ആയതാണ്. ഇവിടം തൊട്ടേ ബ്രേക്ക് ഡൗൺ ആയതാണ് കണ്ടോ. അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കയറാൻ പ്രയാസമായിരിക്കും കേട്ടോ. ചേട്ടനല്ലേ പറഞ്ഞ് ഇറക്കത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലേ. അവൻ ഇഷ്ടമാണ് ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറ്റാൻ പാടാണ്. അവിടെ എല്ലാം പിള്ളേരും ചേട്ടന്മാരും ഒക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സൂപ്പറാ, കാണാനൊക്കെ സൂപ്പറാ. ഇനി ഇത് എപ്പോൾ സെറ്റാക്കി എടുക്കും? എത്രയോ നമ്മുടെ അവിടെ ഗതാഗത ഒരു തടസ്സം ആയി കിടക്കുകയാണ്. നമ്മുടെ ഈ വശത്തേക്കുള്ള ഈ ഒരു റൂട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇനി ആ വണ്ടികളൊക്കെ വന്ന് മാറ്റി കഴിഞ്ഞിട്ട് വെള്ളവും കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോക്കകത്ത് കാണാം, നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് വെള്ളം എല്ലാം വലിച്ചു കയറ്റി കഴിഞ്ഞിട്ട് ഇതിലൊരു റൂട്ട് അല്ലേ? ഇതപ്പോൾ തന്നെ നിൽക്കണം ആണോ? എന്താ ഇവിടെ കണ്ട ചേട്ടൻ ഇറങ്ങുന്ന കണ്ടോ? ആ വരുന്നുണ്ട്. നല്ല രസമുണ്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ. ഞാനും ഒന്ന് നടന്നു നോക്കട്ടെ. ഞാനും വെള്ളത്തിലൊന്ന് ഇറങ്ങാം. കണ്ടപ്പോൾ ഒരു ആഗ്രഹം, എല്ലാവരും ഇറങ്ങുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം. എല്ലാവരും കല്ലൊക്കെ എടുത്തിട്ടുന്നുണ്ട്. എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു നൊസ്റ്റാൾജിയാണോ എന്താന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. കിട്ടിയ ഇങ്ങനെ ഈ ഒരു UAE-യിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വല്ലപ്പോഴുമാണ് ഉണ്ടാകുന്നത്. ആ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ? നല്ല ചൂട് സമയത്ത് ഇവിടെ ഇങ്ങനെ മഴ പെയ്ത് നമ്മൾ ഇവിടെ ഒരു ഗ്രൗണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ഇങ്ങനെ വെള്ളം കയറിപ്പം പാടത്ത് പണ്ട് വെള്ളം കയറുന്നത് ഇങ്ങനെ സെയിം ശകലം മീനും ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോസ് ഒക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ സംഭവമാണ്. അതിലിങ്ങനെ നമ്മളെപ്പോഴും വെള്ളം കണ്ടുപിടിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അതെ, കുട്ടിപ്പട്ടാളംസ് ഒക്കെ അവിടെ അല്ല, ആ കൊച്ചുങ്ങൾ അവിടെ കളിക്കുന്നു. അതൊക്കെ കണ്ടോ, കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആർക്കാണേലും ഒന്ന് ഇറങ്ങാനായിട്ട് തോന്നും. അതെ അതെ അതെ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. എന്നാലും നമുക്ക് വിഷമം എന്താണ്ട് ആ വണ്ടിയുടെ അവരുടെയൊക്കെ വീട്ടുകാരുടെയൊക്കെ ഒരു സിറ്റുവേഷനാണ്. ഇനി എത്ര സമയം എടുക്കും അതൊന്ന് ശരിയാക്കി വീട്ടിലൊക്കെ എത്തി റെഡിയാക്കാനൊക്കെ അല്ലേ? കഷ്ടം. ഇവിടെ എന്തെടുക്ക, എന്താ ചെയ്യുന്നേ? അതന്നെ ഏട്ടാ, ഇതാണ ഇതാരാ വരയ്ക്കുന്നേ അച്ഛാ? വാവ്, മിക്കി മൗസ്. ത്രോണ ക്ലാപ്പ്. മിക്കി മൗസ്. ത്രോണയ്ക്ക് മനസ്സിലായി കേട്ടോ. അടിപൊളി. അച്ഛ ഇവിടെ മിക്കി മൗസിനെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ. ഇനി ഞാൻ അപ്പുറത്തെ നമ്മുടെ പാലത്തിന്റെ അങ്ങോട്ടൊക്കെ കൊണ്ട് കാണിക്കാം കേട്ടോ. അവിടെ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കാണ്. എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ ഈ ഗ്രൗണ്ടൊക്കെ കാണിക്കാൻ നേരം ഇവിടെ ഈ ഒരു ചെടിയോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. ഓരോ സമയം വരുമ്പോഴും പല ചെടികളും പല പൂക്കളും ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ട ഈ മഴ പെയ്തതിൻ്റെയാണ് ഈ ഇവിടെയൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത്. ഇനി ഒരു മാസം തികച്ച് വേണ്ട, അത് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേനും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. നല്ല കാറ്റാണ് ഇവിടെ. നമുക്ക് ഈ ഏത് സമയം വന്നാലും ഈ ഒരു വശത്ത് നമുക്ക് നല്ല കാറ്റാണ്. പിന്നെ ആ ഒരു സൈഡ് അപ്പുറത്തെ വശത്തേക്ക് ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു കാറ്റും വീശുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും എടുത്തില്ല കൊച്ചിന് വെള്ളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നല്ല കാറ്റ്. ഇത്രയാണ് ഹാപ്പിയാണോ? ഹാപ്പി. വെള്ളം ഉണ്ടാക്കി തരണം. യെസ് പറ. കുഞ്ഞു പോട്ടെ. അത് കണ്ടോ, അവിടെയൊക്കെ പിള്ളേരെ ഇറക്കി നിർത്തി കാണിക്കുന്നുണ്ടോ. എല്ലാവർക്കും ഇതൊരു അത്ഭുതമാണ്. ഇവിടെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ അടിക്കാനുള്ളത് ഇതുപോലെ യാത്രികര് അങ്ങനത്തെ ഈ വണ്ടി വെള്ളത്തിലൊക്കെയാണ്. പിന്നെ നേരത്തെ എല്ലാവരും മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുമില്ല. വണ്ടി ഇറക്കുന്നവർക്ക് ഇപ്പോൾ വണ്ടി ഇറക്കിയേ പറ്റൂ. ജോലിക്ക് പോകുന്നവർക്ക് ജോലി, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിസിനസ് ഒക്കെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. ശരിയാണ്. ബോട്ട് എന്തോ ഒരു ബില്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. മാത്രമാണോ? വെയിറ്റ്.
നിക്ക് 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 നിക്കേ, ഞാൻ കാണിക്കാം. അവിടെ ബോട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിക്കാമേ. സ്റ്റോപ്പ് ചെയ്യ അവിടെ. ബോട്ട് പോകുന്നടാ, ബോട്ട് വന്നടാ. അയ്യോ എടുത്തോ എടുത്തോ. ദ്രോണനെ തിരിച്ച് കയറ്റുന്നതിനാണ് ഇവൻ ഈ കരയുന്നത് കേട്ടോ. ദ്രോണ നമ്മളെ വഴക്ക് പറയും, അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. മാറ്റാനായിട്ട് എടുത്തോണ്ട് ഓടുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ടേക്ക് വണ്ടി ഇല്ലാത്തോണ്ട് ഈ റോഡിൽ ആദ്യമായിട്ടായിരിക്കും പിള്ളേരൊക്കെ ഇങ്ങനെ അത്ര ഫ്രീഡം എടുത്ത് നടുക്ക് നിന്ന് ഷൂട്ട് ചെയ്യുന്നൊക്കെ. ഈ ഒരു റോഡിൽ കൂടെ ഇതുപോലെ നടക്കാൻ പറ്റുന്ന ഒരവസരം ഈ ഒരു സമയം മാത്രമാണ്. അല്ലെങ്കിൽ അയ്യോ എപ്പോഴും തിരക്കുള്ള ഒരു റോഡാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ റോഡിലേക്ക് പോകാം. റോഡിലേക്ക് കയറാൻ പറ്റത്തില്ല, റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിക്കാം. എങ്ങനെ വെള്ളമാണ് ഇതിന് എന്നാ കേട്ടോ ഒന്ന് തോരുന്നേ, കുറയുന്ന വെള്ളം. സമയം എടുക്കുമായിരിക്കും അല്ലേ? ഇതിലും ഉണ്ടായിരുന്നു അല്ലേ? താന്നതായിരിക്കും. താണ്ട് ഇങ്ങോട്ട് താന്ന് വരുന്നുണ്ട് വെള്ളമൊക്കെ. വെള്ളം കെട്ടി അങ്ങ് റോഡ് മൊത്തം കിടക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും വണ്ടി ഇത് പോകുന്നില്ല, ഒരു വണ്ടികളും പോകുന്നില്ല, എല്ലാം സ്റ്റോപ്പായി കിടക്കുകയാണ്. അതൊക്കെ റോഡിൻ്റെ സൈഡാണ്. ഈ കാണുന്നതൊക്കെ റോഡിൻ്റെ സൈഡാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു മഴ. ഇത്രയും ഇതായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രാവശ്യം കേട്ടോ. വന്നിട്ടുള്ളത്തോളം അല്ലേ, ഇപ്രാവശ്യമല്ലേ ഇത്രയും കാണുന്നത് കേട്ടാ. റിപ്പോർട്ട് പ്രകാരം 75 വർഷങ്ങൾക്ക് ശേഷമാണ് യുഎയിൽ ഇത്രയും വലിയ മഴ. ഇതാണ്, ഞാൻ വന്നു കഴിഞ്ഞിട്ട് പലവട്ടം മഴ പെയ്തിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതുപോലെ ഇത്രയും വെള്ളപ്പൊക്കവും ഇത്രയും ഒരു ബുദ്ധിമുട്ടും ഇത്രയും കാര്യമായിട്ട് കാണുന്ന ഇപ്പോഴാണ്. ഈ ഒരു പ്രാവശ്യമാണ് ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കരമാണ്. എല്ലാവർക്കും പലർക്കും ബുദ്ധിമുട്ട്. ഇപ്പോൾ എല്ലായിടത്തും നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വാർത്തകളിൽ നിങ്ങൾ കാണുന്നതാണ്. അപ്പം എല്ലാം ശരിയാക്കും ഉടനെ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആ പാലവും പിന്നെ നമ്മുടെ അൻസാർ മോൾ ആ ഒരു ഭാഗമാണ് കേട്ടോ. ഫുള്ള് വെള്ളത്തിലാണ്. അൻസാർ മോളൊക്കെ ക്ലോസ്ഡ് ആണ്, ഫുള്ള് വെള്ളത്തിലാണ്. അതുപോലെ തന്നെ ഇത്രയും നമുക്ക് ആ ഒരു വശത്തോട്ടേ ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിപ്പം കിഷോറേൻ്റെ ലാബിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. വെള്ളത്തിലാണ്. ഇതുപോലെയുള്ള ഒരു ദൈവമേ പറയാൻ പറ്റുന്നില്ല, അതുപോലെ വെള്ളമായിരുന്നു. അന്നത്തെ ആ മഴയ്ക്ക് ശേഷം ഉടനെ ഉള്ള ഒരു വീഡിയോസൊക്കെ ഞാനിപ്പം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇത്രയും വെള്ളമൊക്കെ ആയിരുന്നു. അതാണിപ്പോൾ കുറഞ്ഞു വരുന്നത്. ഇതൊക്കെ നമ്മുടെ അൽനാദ ഷാർജയാണ് ലൊക്കേഷൻ കേട്ടോ. നൈറ്റ് ടു നൈറ്റിൻ്റെ ബാക്ക് സൈഡും ഒക്കെയാണ്. ഫുള്ള് വെള്ളമായിരുന്നു, ഫുള്ള് വെള്ളം. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നമ്മുടെ റോഡാണ് കേട്ടോ. നമ്മുടെ ബിൽഡിങ്, നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള റോഡാണ് വെള്ളമൊക്കെ കയറി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന ഈ അൽനാദ ഷാർജ ഈ ഒരു ലൊക്കേഷൻ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെയാണ് കേട്ടോ. മഴയുള്ളപ്പോഴും മഴയ്ക്ക് ശേഷമൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഷാർജയിലെ പല ഭാഗങ്ങളും അതുപോലെ തന്നെ ദുബായിലെ പല ഭാഗങ്ങളിലുള്ള നാശനഷ്ടങ്ങളും വെള്ളപ്പൊക്കവും എല്ലാം നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാം ഒന്ന് സെറ്റാവാനായിട്ടും. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നികത്തി എല്ലാം വീണ്ടും പഴയ പോലെ ആവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക.
നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഇങ്ങനെ ഇത്രയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിലും ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് നമ്മുടെ ദുബായിലും പിന്നെ അതുപോലെ തന്നെ ഷാർജയിലുള്ള പല ഭാഗങ്ങളിലും നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം തന്നെ ഉടനെ തന്നെ എല്ലാം റെഡിയാകും, സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മുടെ ഈ ഒരു അവസ്ഥ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്